ഇപ്പോൾ ട്രാവൽ ചെയ്ത് മറ്റു രാജ്യങ്ങളിൽ പോയി ഈ ഭക്ഷണത്തെക്കുറിച്ച് പറയുന്നത് പെയ്ഡ് ആയിരിക്കില്ലല്ലോ. അല്ലല്ല. അപ്പം അത്തരത്തിൽ ഏത് രാജ്യത്തെ ഭക്ഷണമാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ രാജ്യമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ? തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ ഏറ്റവും ഞാനിപ്പോൾ കൂടുതൽ ലാസ്റ്റ് വന്നത് ഉസ്ബെക്കിസ്ഥാനിലായിരുന്നു. ഉസ്ബെക്കിസ്ഥാൻ. ഉസ്ബെക്കിസ്ഥാനിൽ പോയപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് വെച്ചാൽ ഒരു പുലാവാണ്. പിലാഫ് എന്നാണ് അതിന് പറയാം. നമ്മുടെ നാട്ടിൽ പുലാവ് എന്ന് പറയില്ല, റൈസ്. പുലാവ് റൈസിൽ അത് കുക്ക് ചെയ്യുന്നത് തന്നെ ഓയിലിലാണ്. നമ്മൾ വെള്ളത്തിലാണ് അരി ഇടുക, അവർ എണ്ണയിലാണ് അരി ഇടുക. അത്രയും ഓയിലായിട്ടാണ് അവർ ചെയ്യുന്നത്. വലിയൊരു എന്താ പറയുക, ഒരു നമ്മുടെ ചെമ്പ് പറയില്ലേ, ബിരിയാണി ചെമ്പ് എന്ന് പറഞ്ഞാൽ ആ ചെരുവത്തിന് ഇത് ചെരുവ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് നമ്മൾ പിരിക്കുന്ന റൂമിൻ്റെ അത്ര സൈസ് ഉണ്ടാവും. അത്രയും വലിയ ആ അതിൽ ഫുള്ള് മീറ്റൊക്കെ ഇട്ട് റൈസൊക്കെ ഇട്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുക. ഒരു അത് കുതിരയുടെ മീറ്റാണ്. അതെ, ഹോസ് കുതിരയുടെ ഉണ്ട്, പിന്നെ ബീഫ് വരുന്നുണ്ട്, ചിക്കനൊക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ അവിടെ ആളുകൾ കൺസ്യൂം ചെയ്യുന്നത് കുതിരയാണ്. അവർ നമ്മുടെ നാട്ടിലെ കുതിര റൈഡ് ചെയ്യാനൊക്കെ ആളുകൾ പോവുക, അവിടെ അവർ മീറ്റായിട്ട് കഴിച്ചോ? ഞാൻ കഴിച്ചു നോക്കി. എങ്ങനെയാ കുതിരയുടെ മാംസം? നമ്മുടെ ഒരു ബീഫ് കഴിക്കുന്ന പോലെ. കട്ടിയൊന്നുമില്ല. ഡിപ്പെൻസ് ഓൺ ദ മീറ്റാണ് അത്. എന്തൊക്കെ തരത്തിലുള്ള മാംസം കഴിച്ചിട്ടുണ്ട്? ഞാൻ ചോദിക്കാം, പാമ്പ്? അങ്ങനത്തെ ഒന്നും കഴിച്ചിട്ടില്ല. ഇല്ല കഴിച്ചിട്ടില്ലേ? അപ്പം നമുക്ക് ചിലതൊക്കെ മതപരമായിട്ട് കഴിക്കാൻ പറ്റാത്തതുണ്ട്. തവള മാത്രമേ തരണോ? അതെ, നമുക്ക് കഴിക്കാൻ പറ്റില്ല. തവളയോ? അതെ, തവള കഴിക്കാൻ പാടില്ല. ഇല്ല. ഞാൻ കഴിച്ചിട്ടുണ്ടോ? തവള ഞാൻ കഴിച്ചിട്ടുണ്ട്. മുയല്? കഴിച്ചിട്ടുണ്ട്. മുയൽ കഴിച്ചിട്ടുണ്ട്. ഇവിടുന്ന് മാനിനെ കഴിച്ചിട്ടുണ്ട്. ആമ കഴിച്ചിട്ടില്ല. ആമ നല്ല ടേസ്റ്റ്. അതെ. ആമ ഫ്രൈ അടിപൊളിയാ. അതെ. വേറെ അല്ല, കാര്യമായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചിക്കനും പിന്നെ സീ ഫുഡാണ് കൂടുതൽ ഇഷ്ടം. ആണോ? പിന്നെ മട്ടനും ഇഷ്ടം, ബീഫും ഇഷ്ടം. ഡയറ്റൊക്കെ അല്ലെങ്കിൽ ഞാൻ ഇന്ന ദിവസം ഇപ്പം ബീഫ് ഞാൻ ആഴ്ചയിൽ ഒന്നേ കഴിക്കൂ അങ്ങനെയൊക്കെ പ്രിഫർ ചെയ്യുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. നല്ല പ്രായം എനിക്ക് ആയിട്ടില്ല. അല്ല, അത് ചില സമയത്ത് യൂറിക് ആസിഡിന് ചില ബുദ്ധിമുട്ട് ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒന്ന് കുറയ്ക്കും. ഹോട്ടലുകാർ വിളിക്കുമല്ലോ, ബാസിമ ഇത്ര രൂപ ഈ ഹോട്ടലിൽ ചെയ്യണ ബീഫാണ്, അവിടെ യൂറിക് ആസിഡാണ്, വരാൻ പറ്റില്ല, അങ്ങനെ പറയുമോ? അങ്ങനെ പറഞ്ഞില്ല. ആ സമയത്ത് മറക്കല്ലോ, ക്യാഷ് ഉണ്ടല്ല. അപ്പം ആലോചിക്കുക, ഭക്ഷണം നമ്മൾ ടേസ്റ്റ് വെക്കാനല്ല, നമുക്ക് കഴിച്ചിട്ട് അഭിപ്രായം പറയാനുള്ളൂ. ക്വാണ്ടിറ്റി കുറക്കും. അപ്പോൾ ഇപ്പോൾ ഈ ടേസ്റ്റ് നോക്കുമ്പം ബാസിമിന് തോന്നാറുണ്ടോ ഇതിൽ ഇത്ര മസാല കൂടുതലാണ്, ഇത്ര കുറവാണ്? ബാസിം ഒരു ഷെഫ് അല്ലല്ലോ. അല്ല. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഈ രുചി വൈഭവങ്ങളെ ബാസിം എങ്ങനെ മനസ്സിലാക്കുക? അതായത് നമ്മളെ ടേസ്റ്റാണ് പ്രിഫർ ചെയ്യുന്നത്. അതിപ്പോൾ കഴിച്ചിട്ടിപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് സ്ഥലത്ത് കഴിച്ചതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ കഴിച്ചിട്ട് ഓക്കെ നമുക്ക് ഇത്രയാണ് തോന്നിയത്, ആ ഒരു അഭിപ്രായം നമ്മൾ പറയും. കാരണം നമ്മളത് ഒരിക്കലും ഒരു പ്രൊഫഷണൽ ഒന്നുമല്ല. ഇവൻ എത്ര ആയാലും മോർ ദാൻ നമ്മളൊരു ഫുഡിയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു പ്രൊഫഷണൽ വ്ളോഗറാണെന്നോ അല്ലെങ്കിൽ ഞാനൊരു ഫുൾ ടൈം വ്ളോഗർ, എനിക്ക് ഏറ്റവും ഇഷ്ടം ഫുഡി എന്ന് വിളിക്കുകയാണ്. ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ആളെന്ന് പറയാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പോയ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? രാജ്യങ്ങൾ ഇപ്പോൾ ഒരുപാടുണ്ട്. ഇപ്പോൾ GCC ഒരുവിധം പോയിട്ടുണ്ട്. പിന്നെ ഉസ്ബെക്കിസ്ഥാൻ അങ്ങനത്തെ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. സെൻട്രൽ ഏഷ്യയിൽ. ഇപ്പം നമുക്ക് ഇപ്പോൾ നേരത്തെ ഞാൻ ചോദിച്ചല്ലേ, നമുക്ക് നമ്മളുടെ ഒരു ടേസ്റ്റ് ഇപ്പോൾ ഉമ്മ ഉണ്ടാക്കുന്ന രുചി, ഇവിടുത്തെ ഹോട്ടലുകൾ, ഇതല്ലാതെ ഈ മസാലകളൊന്നും ഇല്ലാത്ത ഫുഡുകൾ കാണുമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ഫുഡ് എങ്ങനെയാണ് ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്താ പറയുക? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ റീസെൻ്റ്ലി ഉസ്ബെക്കിലായിരുന്നു. ഉസ്ബെക്കിൽ മസാല എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. ഒരു മസാലയില്ല. അവിടെ ഒരു മട്ടൻ്റെ ഡിഷ് ഉണ്ട്, മട്ടൻ തന്തൂർ എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ സുഹൃത്തുക്കൾ വന്ന് പോയി കഴിച്ചത് അവിടെ പറഞ്ഞാൽ ഒരു ക്ലേ ഓവനിൽ നമ്മൾ തന്തൂരൊക്കെ ചെയ്യുന്ന പോലെ ഒരു വലിയ പിറ്റ് പോലത്തെ അതിൽ മട്ട വെച്ചിട്ട് അതിലേക്ക് എന്തോ ഒരു ഇല പോലെ ഒരു സാധനം അതിനുള്ളിൽ വെച്ചിട്ടുണ്ട്. ഒരു സ്പൈസസും ഒരു ചെറിയത് കൊടുക്കുക. നമ്മുടെ വേപ്പിലൊക്കെ പോലെ അവിടുത്തെ ആളുകളുടെ റെഡിയും, പിന്നെ കുറച്ച് റെഡി ആയി കഴിഞ്ഞ ശേഷം കുറച്ച് ഉപ്പ് മേലെ സ്പ്രിങ്കിൾ ചെയ്യും. കഴിഞ്ഞു. ഞാൻ ഇത് കഴിക്കുമ്പോൾ നമ്മുടെ ഇപ്പം നമ്മൾ ടേസ്റ്റ് ബഡ്സ് ഉണ്ടല്ലോ, അതിന് പിടിക്കാത്തൊരു സാധനം ആയിരിക്കില്ലേ? അങ്ങനെയല്ല, നമുക്ക് അപ്പം നമ്മൾ കഴിക്കുമ്പോൾ അത് രസമുണ്ടല്ലോ, ഇത് ഇന്ന് പുതിയൊരു സാധനം കിട്ടി, ഇത് കഴിക്കുമ്പോൾ കൊള്ളാലോ. അങ്ങനെ എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ട്, ഒരുപാടുണ്ട്. നമ്മളെ സൗത്ത് ഇന്ത്യൻ ഫുഡാണല്ലോ ഏറ്റവും കൂടുതൽ മസാല ഉള്ളത്. അതിപ്പോൾ ഒരു കറി ഉണ്ടാക്കണമെങ്കിൽ എത്ര പൊടി വേണം, അതിൽ എത്ര സാധനം വേണം. ഇവിടെ തന്നെ എത്രയോ പേര് ഒന്നും ഇല്ലാതെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ, നീ പറഞ്ഞ ഹോട്ടലിൽ പോയി ഞാൻ കഴിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല? ഈ 100-ലധികം പേര്. അവരോടൊക്കെ പറഞ്ഞപ്പോൾ നമ്മളെ വളരെ ക്ലോസ് ഫ്രണ്ട്സിനെ വിളിക്കും, അസിമ ഈ ഇട്ട വീഡിയോ ഉണ്ടല്ലോ, പൈസ വാങ്ങി വീഡിയോ ഇട്ടിട്ട് 5 പൈസക്കില്ല ഫുഡ് ഇഷ്ടംപോലെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വിഷയം എന്താ അറിയോ? ഇപ്പോൾ ചില റെസ്റ്റോറൻറ്റുകാർ നമ്മളെ വിളിക്കും. അപ്പം നമ്മളെ വിളിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ കഴിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെടും. പക്ഷെ ഇവർ ഇതേ ക്വാളിറ്റി കൊടുക്കുന്നില്ല. ഇവർ ചിലപ്പോൾ ബാസിമ വന്നിക്കാം, ഷൂട്ടിന് വന്നിക്കാം, ബാസിമ നന്നാക്കി ഭക്ഷണം കൊടുക്കുക.
ഈ മറ്റ് നമ്മളെ വീഡിയോ കണ്ടു വരുന്ന ഒരുപാട് ആളുകൾ വരുമ്പോൾ ഇവർ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എങ്ങനെ തട്ടിക്കൂട്ടി ഉണ്ടായി കൊടുക്കുമ്പോൾ അവർ കഴിക്കുമ്പോൾ ബാസിം ഇതൊക്കെ എന്ത് ബടായ ബാസിം വിടണമെന്നൊക്കെ പറയാലോ. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ അതിൽ എനിക്കിപ്പോൾ ഒരു പരിഹാരം അതിന് വന്നിട്ടില്ല. അതായത് നമ്മൾ കഴിക്കുമ്പോൾ നന്നായി കിട്ടും, നമ്മൾ നല്ലതെന്ന് പറയും വീഡിയോയിൽ. പക്ഷെ നമ്മളെ വീഡിയോ കണ്ടു പോകുന്ന ആൾ കഴിക്കുമ്പോൾ അതാണ് നേരെ തിരിച്ചാണ്. അപ്പോൾ അത് കമൻ്റ് ആയിട്ട് വരാറുണ്ടോ? ഇഷ്ടംപോലെ. ബാഡ് കമൻറ്റുകൾ ഡിലീറ്റ് ചെയ്ത് കളയോ? ഹേയ് നോ. ഇല്ല. വായിക്കുമോ? വായിക്കും ചിരിക്കും. അങ്ങനെ വായിച്ചൊരു നല്ല ട്രോള് കമൻ്റ് ഒക്കെ എന്ന് പറഞ്ഞേ കോമൺ ആയിട്ട് വരുന്നത് പെയ്ഡ് വീഡിയോ ഒരുപാട് വരും. നുണ പറയണ്ട, ഞാൻ പോയി കഴിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അങ്ങനൊക്കെ ഒരുപാട് പേര് ഇഷ്ടംപോലെ. മരിക്കാനായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഭക്ഷണം കഴിച്ചാൽ ഇപ്പോൾ തട്ടിപ്പോവും. ഇഷ്ടംപോലെ. ബോഡി ഷേമിങ് ഒരുപാട് നേരിടാറുണ്ടല്ലേ? ഓ ഇഷ്ടംപോലെ. എന്താണ് ഒന്ന് പറഞ്ഞേ, അവരോടുള്ള മറുപടി എന്തായിരിക്കും? അതായത് നമുക്കെന്താ അറിയോ, ബോഡി ഷേമിങ് ഒരുപാട് നേരിടുമ്പോൾ അത് അവരുടെ കാര്യം അവരോട് നോക്കിയാൽ മതി, സ്വന്തം കാര്യം നോക്കിയാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ നമ്മളെ ആരോഗ്യത്തിൽ നമുക്ക് ബുദ്ധിമുട്ടാകുമ്പോൾ മാത്രം നമുക്ക് അതിൻ്റെ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. നമ്മളിപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഫുള്ളി ഫിറ്റൊന്നുമല്ല, കാരണം നമ്മളെ മേഖല ഇതായതുകൊണ്ട് അങ്ങനെ പോകുന്നു. ബോഡി ഷേമിങ് ചെയ്യുമ്പം സങ്കടം വരാറുണ്ടോ? സങ്കടം ആദ്യമൊക്കെ വന്നിരുന്നു. ഞാൻ പറയാം 8 വർഷമായി പരിപാടി തുടങ്ങിയിട്ട്. ഈ പരിപാടി 8 വർഷത്തിൽ ആദ്യത്തെ 1-2 വർഷമൊക്കെ ആളുകൾ കമൻറ്റ് അടിക്കുമ്പോൾ സങ്കടം വരും. കാരണം ഫേസ്ബുക്കിലാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നത്. 40 മുകളിലുള്ളവർ കൂടുതലായിരിക്കും. അതെ. അപ്പോൾ അവർ ഭയങ്കര നെഗറ്റീവ്. എന്തായിരിക്കും അവരുടെ ഈ കോംപ്ലക്സ്? എന്താ എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് ഞാൻ ഒരേ വീഡിയോ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്താൽ ഞാൻ ഒരിക്കൽ 2 കമ്പ്യൂട്ടറിൽ എടുത്തിട്ട് കമൻറ്റ് വായിച്ചു നോക്കി. ഇൻസ്റ്റാഗ്രാം മൊബൈൽ വെച്ച് ഫേസ്ബുക്ക് കമ്പ്യൂട്ടറിൽ ഇങ്ങനെ കമ്പയർ ചെയ്ത് നോക്കി. ഫുൾ നെഗറ്റീവ് കമൻറ്റ്സ് ഫേസ്ബുക്കിൽ മാത്രമാണ്. പിന്നെ നാരോ മൈൻഡഡ് പീപ്പിൾസ് ഒളിച്ചിരിക്കുന്നത് ഫേസ്ബുക്കിലായിരിക്കും. ഇവിടെ കുറച്ചുകൂടെ പിള്ളേർ സെറ്റാണ്. അതെ. അവർ പിന്നെയും വലിയ സീനില്ല. അപ്പോൾ പിള്ളേർ സെറ്റ് ഇങ്ങനെ കുറച്ച് പ്രായമായി വന്നു. അപ്പോൾ പിന്നെ ഇച്ചിരി അപ്പോഴും പുതിയ പിള്ളേർ ഇൻസ്റ്റയിലില്ല. സ്നാപ്ചാറ്റ് എന്നൊരു പരിപാടി പുതിയ ഫുള്ള് സ്നാപ്ചാറ്റിലാണ്. അതിൽ ഈ പരിപാടി തുടങ്ങാൻ പറ്റുമോ? അത് ചെയ്യുന്നു. ഇവിടെ UAE ഒരുപാട് പേരുണ്ടല്ലോ. അതിൽ ഈ വ്ളോഗിങ് പരിപാടി ഇടാൻ പറ്റുമോ? ഉണ്ടല്ലോ. ഞാനിപ്പോൾ അതിനെ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നോട് പറഞ്ഞത് ഷിബിന് ഈ ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മാഞ്ഞു പോകും, വേറെ സീനില്ല, പെണ്ണുപിള്ള പിടിക്കൂലെന്ന്. അതുകൊണ്ടാണ് സ്നാപ്ചാറ്റ് തുടങ്ങിയേക്കണേ. സ്നാപ്ചാറ്റ് സോഷ്യൽ മീഡിയ ഉണ്ട്, ഒരുപാട് പേജുണ്ട്. അല്ല എനിക്കല്ല, ഇവിടുത്തെ അറബ്സൊക്കെ അതാ ചെയ്യുന്നത്. കാരണം പ്രൈവസി കൂടുതലാണ്, എന്തോ മെസ്സേജ് പെട്ടെന്ന് കാണില്ല എന്നൊക്കെ പറഞ്ഞു. അതെ. നമ്മളെ ചില സുഹൃത്തുക്കളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഞാൻ സ്നാപ്ചാറ്റിലില്ല. ഈ ഭക്ഷണത്തിലുള്ള രുചി പഞ്ചാര ഉള്ളൂ, പുറത്ത് പഞ്ചാര ഇല്ല. ചില വ്ളോഗേഴ്സിനെ കുറിച്ചൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ. ഓ അങ്ങനെ. നമ്മൾ അങ്ങനെയുള്ള പഞ്ചാര ഒന്നുമില്ല. ഇല്ല. ഇനിയിപ്പോ അറിയില്ല കേട്ടോ. എനിക്കെതിരെ ആരോപണം വരും അറിയില്ലല്ലോ. ഞങ്ങൾക്ക് ആരോപണം വരുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എടുത്തേക്കാലല്ലേ. നിങ്ങളെ മൂവി വേൾഡില് ഇൻഷാദൊക്കെ അപ്പോൾ ഇത് നല്ല റീച്ച് ഉണ്ടാവും, ഇത് പോസ്റ്റ് ചെയ്യാൻ പറയാം, റീപോസ്റ്റ് ചെയ്തോളാം പറയും.